നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. ജൂലൈ 5 പുലർച്ചെ 4:15 ജപ്പാൻ ഒരു മഹാദുരന്തത്തെ നേരിടേണ്ടി വരുമെന്ന പ്രവചനം ലോകത്തെയാകെ മുൾമുനയിൽ നിർത്തിയിരുന്നു. 1995 കോംബെ ഭൂകമ്പവും 2011 തൊഹോക്കു സുനാമിയും പ്രവചിച്ച ജപ്പാന്റെ ബാവാവാങ്ക എന്നറിയപ്പെടുന്ന റിയോ തൽസുഗിയുടെ 2021 ദി ഫ്യൂച്ചറൈസോ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു ഈ പ്രവചനം ലോകമെമ്പാടും ചർച്ചയാക്കിയതോടെ നിരവധി പേർ ജപ്പാനിലേക്കുള്ള യാത്രാ പദ്ധതികൾ ഉപേക്ഷിച്ചിരുന്നു. പോരാത്തതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറുകണക്കിന് ചെറിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിരുന്നു. ഇതോടെ പ്രവചനം സത്യമാകാൻ പോവുകയാണോ എന്ന ഭീതിയും ഉയർന്നു. എന്നാൽ ജപ്പാനിൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മലയാളി യുവാവായ റമീസ്. ജപ്പാൻ സമയം രാവിലെ 7:35 ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയാണ് യുവാവ് രംഗത്തെത്തിയത്. ജപ്പാനിലെ റോഡൊക്കെ നോക്കൂ, എല്ലാവരും നന്നായി ഉറങ്ങുകയാണ്. ഞാൻ ജോലിക്ക് പോകുന്നു. രാവിലെ 7:35 ജോലിക്ക് പോകാനുള്ള സമയമായി. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ജീവനോടെ ഉണ്ടോ എന്ന് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു. ഞാൻ ജീവനോടെ ഉണ്ട്, അൽഹംദുലില്ലാ. ഇഷ്ടം പോലെ ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, ബേജാറാകണ്ട. ചോദിച്ചവർക്കൊക്കെ നന്ദി, നമസ്കാരം, റമീസ് പറഞ്ഞു.